ചെറുകഥ വിരഹവേദന. രചന ശ്രീ തോമസ് കാവാലം. പടിഞ്ഞാറ് സൂര്യൻ പോയി മറഞ്ഞു. മാനത്ത് രക്തം പടർന്നതുപോലെ ചുവപ്പ് നിറഞ്ഞിരുന്നു. ഒരു ദിവസ ജീവിതം അവസാനിപ്പിച്ച സൂര്യന്റെ രക്തസാക്ഷിത്വത്തിന്റെ അടയാളം പോലെ ആ ചുവപ്പ് കടലിൽ പ്രതിധ്വനിച്ചു. ഉമ്മറത്ത് ചാരുകസേരയിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് സുദർശൻ കഴിഞ്ഞകാല ചിന്തകൾ അയവിറക്കിക്കൊണ്ട് കിടന്നു. 80 വയസ്സ്, അതിൽ 50 അവളോടൊപ്പമായിരുന്നു, അയാളുടെ പ്രിയതമ ഭാനുമതിയോടൊപ്പം. പ്രിയതമയിലെ പ്രിയ എന്ന വാക്ക് അയാളുടെ മനസ്സിന്റെ ചില്ലിട്ട അലമാരയിലെ വസ്ത്രങ്ങൾ പോലെ തൂങ്ങിക്കിടന്നിരുന്നു. ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാനും ഇടയ്ക്കിടയ്ക്ക് അലക്കിയെടുക്കാനും വേണ്ടാത്തപ്പോൾ വലിച്ചെറിയാനും സാധിക്കുന്ന വസ്ത്രങ്ങൾ പോലെ. സുദർശനൻ ആ രാവിൽ ഉറങ്ങിയില്ല. മുറ്റത്ത് നിന്ന് മാവിന്റെ കൊമ്പിൽ അന്തിയുറങ്ങിയിരുന്ന പല പക്ഷികളും അന്നുറങ്ങിയില്ല. അപ്രതീക്ഷിതമായുള്ള മരത്തിന്റെ തിരോധാനം പക്ഷികളെ അമ്പരപ്പിച്ചിട്ടുണ്ടാവണം. അവിടെ കിടന്നുകൊണ്ട് അയാൾ വാതിലിലൂടെ അകത്തേക്ക് കിടക്കമുറിയിലേക്ക് നോക്കി. വീടിന്റെ നടുവിലെ മുറിയിൽ ഇന്നലെ വരെ കൂർക്കം വലിച്ചുറങ്ങിയിരുന്ന തന്റെ പ്രിയപ്പെട്ടവൾ ഒരു ചിത്രമായി ചുവരിൽ അവശേഷിച്ചതോർത്ത് അയാൾ വിഷമിച്ചു. ആ കിടപ്പ് അയാൾ എത്ര നേരം കിടന്നു എന്നറിയില്ല. അവളുടെ ശവസംസ്കാരത്തിന് ശേഷമുള്ള 7ാമത്തെ രാത്രിയായിരുന്നു അത്. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ ഇതിനു മുൻപ് ഉണ്ടായത് ഒരിക്കൽ മാത്രം, അന്ന് അയാളുടെ അമ്മ മരിച്ച ദിവസം. ആ ദിവസം അയാൾ ഇന്നത്തേതുപോലെ ഓർക്കുന്നു. ഭാനുമതിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നിട്ട് അധിക നാളായിരുന്നില്ല. അന്നും അയാൾ ഭാനുമതിയെ കുറ്റപ്പെടുത്തി. നീ ഇങ്ങനെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയാൽ എങ്ങനെ മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റും? അതിന് ഞാനെന്താ ഉറങ്ങാതിരിക്കണോ? നിങ്ങൾക്ക് താരാട്ട് പാടണോ? ഒന്നും വേണ്ട. ഇങ്ങനെ മൂക്കുമുട്ട തിന്നാൽ പിന്നെ കൂർക്കം വലിക്കാതിരിക്കുമോ? പിന്നെ ഭാനുമതി തീറ്റ കുറച്ചു. എല്ലാത്തിനും വിലക്ക്. പക്ഷേ കൂർക്കം വലി കുറഞ്ഞില്ല. വീട്ടിലപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. മക്കളും ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും എല്ലാവരും അവരവരുടെ വഴിയെ പോയി. അവൾ ഒറ്റയ്ക്കായി. അടുക്കളയിൽ കയറി പതിവ് പോലെ പാത്രങ്ങൾ തുറന്നു നോക്കി. ഇന്നലെ വരെ അവർ കൈവച്ചിരുന്ന പാത്രങ്ങളും ഇടങ്ങളും. പുറകിൽ എന്തോ ഒരു അനക്കം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മേശയുടെ അടിയിൽ നിന്നും അവരുടെ പെൺപൂച്ച പുറത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അത് മ്യാവൂ മ്യാവൂ എന്ന് കരയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അവൾക്കും വേർപാടിന്റെ വേദന അനുഭവപ്പെട്ടു കാണും. വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പിനരികിൽ അവളുടെ ചിരി ഇപ്പോഴും കേൾക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ചോറുകലം അപ്പോഴും അടുപ്പേൽ മൂടി വെച്ചിരുന്നു. ഏതോ അയൽക്കാരിയുടെ ഔദാര്യം. അതിന്റെ അടപ്പ് മാറ്റി അയാൾ അതിലേക്ക് നോക്കി. വേണ്ടത്ര ചോറുണ്ട്. അവൻ പാത്രത്തിലേക്ക് കുറച്ച് ചോറ് എടുത്ത് കറിയും വിളമ്പി. പിന്നെ ഭക്ഷണത്തിന് മുന്നേ ഇരുന്നു. അവിടെ അവൾ ഇരുന്നിരുന്ന ഇടത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പാതകത്തിന്റെ ഒരു വശത്ത് തന്നെ ഇരുന്ന് അത് കഴിക്കാൻ ശ്രമിച്ചു. നല്ല വിശപ്പുണ്ട്, പക്ഷേ ചോറ് ഇറങ്ങുന്നില്ല. ഒരു പിടി എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവൾ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അവൻ ഭാര്യയോട് പറഞ്ഞ സംഭാഷണം ഓർത്തെടുത്തു. ഇന്നും ഈ കറിക്ക് ഉപ്പില്ല, ഉപ്പ് കുറവാണ്, അവൻ ക്രൂരമായി പ്രതിവചിച്ചിരുന്നു. അവിടെയും കുറ്റപ്പെടുത്തൽ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷം. ആ 50 വർഷത്തിൽ 5 മക്കൾ. അയാൾ ഒരു സാധാരണ കർഷകനായിരുന്നു. മണ്ണിന്റെ മണവുമായി ചേർന്ന ജീവിതം. പാടത്തിരുവരും ചേർന്ന് ജോലി ചെയ്ത ദിവസങ്ങൾ. വെയിലിൽ വിയർപ്പൊഴുകിയ ശേഷം അവൾ വെള്ളം കൊണ്ടുവന്നത് വൈകുന്നേരം അവൾ പാകം ചെയ്തു വെച്ച് വിളമ്പിയത്. പക്ഷെ ഇപ്പോൾ അവൻ ഓർക്കുമ്പോൾ
അവൻ വേദനിച്ചു. അതിന്റെ വില അറിഞ്ഞില്ല. എന്നും അവളെപ്പറ്റി കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നല്ല വാക്ക്, ഒരു നല്ല സമ്മാനം, ഇതൊന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മക്കളെ നന്നായി വളർത്തിയില്ല. അവരെ പഠിപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. നന്നായി നോക്കിയിരുന്നെങ്കിൽ പാടത്ത് എല്ലാ ദിവസവും കൂടെ ഇറങ്ങിയില്ല. ആഹാരത്തിന് രുചിയില്ല. അവൻ പറഞ്ഞ ഓരോ വാക്കും അവന്റെ നെഞ്ചിൽ കല്ലായി പതിച്ചു. വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിട്ട് വെച്ചു കൊടുത്ത അവളോട് ഒരിക്കൽ പോലും നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവൻ ആത്മഹത്യം ചെയ്തു. അവൾക്ക് പനിയുണ്ടായിരുന്ന ഒരു ദിവസം അവന്റെ ഓർമ്മയിലേക്ക് വന്നു. ആശുപത്രിയിൽ പോകണമെന്ന് അവൾ ശാഠ്യം പിടിച്ചു. പക്ഷേ അയാൾ എല്ലാം നിസ്സാരവൽക്കരിച്ചു. അന്നും അവന് ഭക്ഷണം തയ്യാറാക്കിയതിനെ കുറിച്ച് അവൻ പരാതിപ്പെട്ടു. അപ്പോഴും അവൾ ചിരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അവളുടെ ക്ഷീണം ഒരിക്കലും അവൻ കാണാൻ ശ്രമിച്ചില്ല. ജീവിത പ്രാരാബ്ധമാകുന്ന കടലിൽ അവളുടെ സ്നേഹത്തോണി മുങ്ങിത്താഴുകയായിരുന്നു. പാത്രത്തിലേക്ക് വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പൂച്ച വീണ്ടും അവിടെ വന്നു. ഒരു പക്ഷേ അതും ദിവസങ്ങളായി കാണും ഭക്ഷണം കഴിച്ചിട്ട്. ഒരു ഉരുള വായിൽ വെച്ചു. നല്ല രുചി. ഇതും അവൾ വച്ച ഭക്ഷണമായിരിക്കുമോ? അവൻ ഓർത്തു. പക്ഷേ ഇപ്പോൾ വിശപ്പുണ്ടായിരുന്നു, നല്ല വിശപ്പ്. അപ്പോൾ ആഹാരത്തിന് രുചിയും ഉണ്ടായി. വേറൊരു ഉരുള ഉരുട്ടി പൂച്ചയ്ക്ക് കൊടുത്തു. അത് നന്ദിയോടെ കാലിലുരുമ്പി. ഈ പൂച്ചയുടെ അത്രയും പോലും നന്ദി തനിക്കില്ലായിരുന്നല്ലോ എന്ന് അയാൾ ഓർത്തു. അവൾ വെച്ച ഭക്ഷണത്തിൽ രുചിയില്ലായിരുന്നു. അവൻ അന്വേഷിച്ചത് അവളുടെ സാന്നിധ്യമായിരുന്നു. അവൻ കുറ്റപ്പെടുത്തിയ ഓരോ കാര്യവും അയാളുടെ ആത്മാവിനെ കുത്തി നോവിച്ചു. ഒരു കണ്ണുനീർ തുള്ളി ചോറിൽ വീണു. ഞാൻ നിന്നെ ഒരിക്കലും മനസ്സിലാക്കിയില്ലല്ലോ. അവൻ അവളുടെ ചിത്രത്തിൽ നോക്കി പരിതപിച്ചു. വിരഹം എന്നത് ഒരാളെ നഷ്ടപ്പെടുന്നതിന്റെ വേദന മാത്രം അല്ല, അവൻ ഒരിക്കലും തിരിച്ചറിയാനാവാത്ത നന്ദിയുടെ വേദന കൂടിയാണ്. കാണാത്ത ത്യാഗങ്ങളുടെ വേദനയാണ്. കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളുടെ കുറ്റബോധമാണ്. അവൻ ബാക്കി ഭക്ഷണം കഴിച്ചില്ല. പാത്രം മൂടി വെച്ചു. അയാൾ പുറത്തേക്കിറങ്ങി. അവൾ ഇഷ്ടപ്പെട്ടിരുന്ന തുളസി ചെടിക്ക് വെള്ളം നൽകി. നാളെ ഇവിടെ ഞാൻ അവൾക്ക് അസ്ഥിത്തറ പണിയും. അവളെ ഓർമ്മിക്കാൻ ഒരിടം. തിരിച്ചു ചെന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ അവന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിശപ്പ് എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷേ ഈ ഏകാന്തത, അത് അസഹനീയമായിരുന്നു. കിഴക്ക് അധികം കഴിയാതെ സൂര്യൻ ഉദിച്ചുയരും എന്ന പ്രതീക്ഷയിൽ അയാൾ ഒന്ന് മയങ്ങി.